എപ്പോഴും പ്രതീക്ഷയിലാണല്ലോ. ഉപാധിയൊക്കെ നിങ്ങളെ വകയല്ലേ, നമ്മുടെ അടുത്ത് അങ്ങനെ ഉപാധിയൊന്നും ഉണ്ടായിട്ടില്ല. തൃണമൂൽ കോൺഗ്രസായി തന്നെ യുഡിഎഫിന്റെ ഭാഗമാകുമെന്ന പ്രതീക്ഷ. ഇതിപ്പോ ഒരു അനൌദ്യോഗിക ചർച്ചയായിരുന്നു നടന്നത്. ഔദ്യോഗിക ചർച്ചയിലേക്ക് കിടക്കുന്നേ ഉള്ളൂ. കഴിഞ്ഞതിന് ശേഷം പ്രതിപക്ഷ നേതാവ് അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയും. നമ്മൾ കത്ത് കൊടുത്തിരുന്നല്ലോ, ആ കത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ചർച്ചയാണോ അതോ അല്ലാതെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സാഹചര്യത്തിലുള്ള ചർച്ചയാണോ? എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രതീക്ഷ എത്രത്തോളം? അല്ല, ഉപതെരഞ്ഞെടുപ്പ് 100% വലിയ വോട്ടിന് പിണറായി സത്തിനെതിരെയുള്ള വോട്ടിംഗ് നിലമ്പൂരിൽ നടക്കും. അത് തർക്കമില്ല. സ്ഥാനാർത്ഥി ആരെന്നുള്ളത് അല്ല, അതൊന്നും എന്റെ ഡ്യൂട്ടി അല്ലല്ലോ. സ്ഥാനാർത്ഥിയുടെ പേര് പറഞ്ഞു. അല്ല, അത് അങ്ങനെ പലതും പറയില്ലേ. രാഷ്ട്രീയവും സാഹചര്യങ്ങളും മാറി മാറിയല്ലോ, അത്രേ ഉള്ളൂ. ഇപ്പൊ അങ്ങനെ പേരുകളൊന്നും മുന്നോട്ട് ഇല്ല, ഒരു പേരും മുന്നോട്ട് വെക്കുന്നില്ല. അത് കോൺഗ്രസ് ലീഡർഷിപ്പ് തീരുമാനിക്കും.